ഇന്ന് ഞാൻ വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്ത്യ ആയിട്ടാണ്. നിങ്ങളോട് ആരോടും പറയാതെ തന്നെ ഞാൻ ഒരു സാധനം ഇതിനകത്ത് ഉണ്ടാക്കി. ഉണ്ടാക്കുകയും ചെയ്ത് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നെ നമുക്ക് കാണിച്ചു തരാം. നമ്മുടെ സ്വന്തം പറയുന്നില്ല, കാണിച്ചു തരാം. ഞാൻ നിൽക്കുന്ന ഏതോ ഒരു മാളിന്റെ മുമ്പിലാണ്. അപ്പുറത്തൊരു ബാങ്ക് ഉണ്ട്. ബാങ്കിന്റെ സൈഡിലാണ് സാധനം കിടക്കുന്നത്. നമുക്ക് പോയി നോക്കാം. എന്നാന്ന് കാണിച്ചു തരാം ഞാൻ. വാ, എന്തൊരു കഷ്ടാന്ന് നോക്ക്. ഞാൻ എപ്പോൾ വീഡിയോ എടുക്കാൻ വന്നാലും മഴ. റെയിൻ ഓഫ് ഇടാൻ ഞാൻ മറന്നു പോകും. അതുകൊണ്ട് ഈ പുള്ളിയുടെ കുണുങ്ങി കുണുങ്ങി നടത്തും. എൻ്റെ വല്ലേ ഇതും ഒന്നും കാണാൻ വയ്യാവോ. ദാ വണ്ടി കിടക്കണം. കണ്ടപ്പോഴേ മനസ്സിലായി കാണുമല്ലോ. ഇതാണ് ഈ സാധനം. നമ്മുടെ തമ്പുരാൻസിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത വണ്ടിയാണ്. തമ്പുരാൻ സ്പൈഡർമാൻ എന്നാണ് ഈ വണ്ടിയുടെ നെയിം. ഇതാണ് ഫ്രണ്ട് ലുക്ക്. ഇത് ചൈനീസ് എല്ലാം വണ്ടിയാണ്. കാണുമ്പോൾ അറിയായിരിക്കും. വണ്ടി ഇവിടുന്ന് ഇച്ചിരി ഒന്ന് മാറ്റിയിട്ടിട്ട് സൈഡ് ലുക്കൊക്കെ കാണിച്ചു തരാം. ഇവിടെ ഇട്ട് എനിക്ക് സൈഡൊന്നും കാണിക്കാൻ പറ്റുന്നില്ല. സോ ഞാൻ സൈഡൊക്കെ കാണിച്ചു തരാം. ഇവിടുന്ന് ഒന്ന് വണ്ടി മാറ്റട്ടെ. ഇറക്കിക്കൊണ്ട് പോകുന്നതാണ് ഇച്ചിരി കഷ്ടപ്പാട്. സിമ്പിളായിട്ട് ഇറങ്ങിയല്ലോ. എന്തേലാട്ടെ, നമ്മളിവിടുന്ന് ചുമ്മാ ഒരു ബാംഗ്ലൂർ ട്രിപ്പ് എടുത്താണ്. വട്ടം വെച്ചൊക്കെ എടുത്തു. ഞാൻ അപ്പുറത്തെ സൈഡിലോ വല്ലതും പാർക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം നിങ്ങളെ. നമുക്ക് ഈ സൈഡിലോട്ടാവണ്ട. ഇവിടെ ആകുമ്പോൾ വണ്ടികളൊന്നുമില്ല. ഇവിടെ നിർത്തിയിട്ടിട്ട് കാണിച്ചു തരാം വണ്ടിയുടെ ഓവറോൾ ലുക്ക്. ലൈറ്റൊക്കെ ഇടട്ടെ. ഇതാണ് ലൈറ്റ് ഇട്ട് കഴിയുമ്പോൾ ഈ വണ്ടിയുടെ ഫ്രണ്ട് വശം. ഇതേ കണ്ടോ. മോഡ് പിന്നെ എല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ ലയൺ കിങ്ങിന്റെ പുതിയ ഇറങ്ങിയ ഒരു മോഡാണ് ചൈനീസ് എല്ലാമിന്റെ. ലിവറി ഞാൻ ചെയ്തെടുത്ത, അവർ തന്നെ വൈറ്റ് ലിവറി കൊടുക്കുന്നുണ്ട്. സോ അതിൽ ഞാൻ ലിവറി ചെയ്തെടുത്താണ്. ഇതാണ് ഇതിന്റെ സൈഡ്. അവിടെ അറ്റത്തൊരു സ്പൈഡർമാനും പിന്നെ ഇങ്ങോട്ടൊരു ഒരു റെഡ് കളർ അടിച്ചിരിക്കുന്ന ഒരു മേഘവും ബാക്കി ഒരു കറുത്ത ഷെയ്ഡും. ബാക്ക് കാണിച്ചു തരാം. ഒരു ആംബുലൻസ് അവിടെ കിടന്ന് അടിക്കുന്നുണ്ട്. ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് സാരില്ല, ഞാൻ തൊട്ടതല്ലേ ഉള്ളൂ. ഇതാണ് വണ്ടിയുടെ പുറകുവശം. സ്പൈഡർമാൻ കൈയൊക്കെ പിടിച്ചോണ്ട് നിൽക്കുന്ന പുറകെ സ്പൈഡർമാൻ തന്നെ എഴുതിയിട്ടുണ്ട്. അതൊക്കെയാണെങ്കിൽ സൈഡിലത്തെ ഇത്. ഇനി ഇന്റീരിയർ കാണിക്കാൻ പറ്റുമോന്ന് അറിയത്തില്ല. എനിക്കറിയത്തില്ല എൻ്റെ ഇന്റീരിയർ എങ്ങനെ കാണിക്കുന്നതെന്ന്. നോക്കട്ടെ, പറ്റുവാണെങ്കിൽ കാണിച്ചു തരാം. ഇതാണ് ഇതിന്റെ അകത്തെ വിശേഷങ്ങൾ. നമ്മുടെ ഒരു ഹൾക്കിന്റെ ഒരു ഫോട്ടോ ആണ് നെയിം ബോർഡിന്റെ ബാക്കിൽ കൊടുത്തത്. പിന്നെ ഒരു 3 JBL അല്ല, DD സ്പീക്കേഴ്സ് ആണ് 3 വെച്ചേക്കുന്നത്. പിന്നെ ഇങ്ങനെ കാണിക്കുമ്പോൾ എനിക്ക് ഇത്ര കാണിക്കത്തുള്ളൂ ക്യാബിൻ വ്യൂ. മുമ്പേ കാണിച്ചപ്പോൾ അതിൻ്റെ അകത്തൂടെ കണ്ടു കാണുമല്ലോ. ഇനി ഇതിൻ്റെ അകത്ത് കാണിച്ചു തരാമെന്ന് നോക്കാം. ഏകദേശം ഇതിൻ്റെ അകത്തോടെയൊക്കെ കാണത്തില്ലേ. മറ്റേ വണ്ണസിനകത്തൊക്കെ ഉള്ള പോലത്തെ ഒരു ചെറിയ ലൈറ്റ് സ്പീക്കറിൽ. അതൊക്കെ എനിക്ക് കാണിക്കാൻ പറ്റുന്നുള്ളൂ. എന്നാണേലും പിന്നെ ഈ വണ്ടിയും കൊണ്ട് ഞാൻ ചുമ്മാ ഒരു റൈഡ് ഇറങ്ങിയതാണ്. ഇങ്ങോട്ടങ്ങ് പോയേക്കാം. എങ്ങനെ ഉണ്ടെന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. കാറോ, ഈ ബസ് എങ്ങനെയുണ്ടെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തേ. അടുത്ത മഴ. ഇതാണ് ഈ ബസ്സിന്റെ ഒരു സാധനം കൂടെ ഉണ്ട്. ബസ്സിന്റെ ടോപ്പിലായിട്ട് ഇങ്ങനെ ഒരു സാധനം കൂടെ കൊടുത്തിട്ടുണ്ട് കണ്ട. പിന്നെ ഇന്റീരിയർ ഇതേ കാണിച്ചു തരാം. ഇതാണ്
ഇതാണ് ക്യാബിൻ. കണ്ടോ? എനിക്ക് കാണിക്കാവുന്ന പോലെ ഞാൻ കാണിക്കുന്നുണ്ട്. ഇന്റീരിയർ അകത്തെ ഭാഗങ്ങൾ കണ്ടോ? ലാൻഡ് ഗിഗിന്റെ ആണെന്ന് തെളിയിക്കണമെങ്കിൽ ഇത് അകത്തൊരു ഞാൻ ടി വിയെ കാണിച്ചേക്കാം. ലാൻഡ് ഗിഗ് എന്ന് എഴുതിയിട്ടുണ്ട്. അതൊക്കെയാണ് ഇതിലുള്ള. നമുക്ക് ഇവിടുന്ന് നേരെ അങ്ങ് പോയേക്കാം. ഒത്തിരി ഒന്നും കാണിക്കുന്നില്ല, കുറച്ചൊക്കെ. നമ്മൾ കൊച്ചി കോയമ്പത്തൂർ വഴി കണ്ടാണ് പോകുന്നത്. എനിക്ക് അറിയത്തില്ല. ഭയങ്കര മഴയാ ഗൈസ്. ഇതിനകത്ത് അവര് ചെറിയ ചെറിയ ഡീറ്റെയിൽസ് ഒക്കെ വിട്ടുപോയി ഇന്തോനേഷ്യ എടുത്തപ്പോ. പിന്നെ മറ്റേ വൈപ്പർ ഇടുമ്പം വെള്ളം പോകുന്നില്ല. കണ്ടോ? ഒക്കെ ആഡ് ചെയ്യായിരിക്കും. ബസ്സിന്റെ സൗണ്ട് തന്നെ ഇപ്പൊ ആഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ബസ്സിന് സൗണ്ട് ഇല്ലായിരുന്നു, ഇപ്പൊ ബസ്സിന്റെ സൗണ്ട് ഒക്കെ ആഡ് ചെയ്തു. അതുകൊണ്ട് ഇപ്പൊ വണ്ടി ഓടിക്കാൻ ഒരു സുഖമുണ്ട്. ഇല്ലെങ്കിൽ ഇലക്ട്രിക് ബസ് ഓടിക്കുന്ന പോലെ ഇരിക്കും. ഇനി ഇത് കൂട്ട് ബസ്സിനായിട്ടുള്ള കണ്ടന്റ് ഒക്കെ വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യ്, ബെൽ ബട്ടൺ ഒന്ന് ഞെക്കി വെച്ചേക്ക്. ഇതുപോലത്തെ കുറെ വീഡിയോസ് ഇനിയും വരും. ബസ്സിൽ ഇനിയും ബസ്സുകൾ ഇറങ്ങാനുണ്ട്. ഇനിയും ഞാൻ ഇറക്കുകയും ചെയ്യും. നല്ല ഇടി മഴയുണ്ട്. നിങ്ങൾക്ക് കേൾക്കാമെന്നൊന്നും അറിയത്തില്ല എന്റെ സംസാരം. എനിക്കൊന്നും പറയാനില്ല. എന്റെ വോയിസ് നോക്കണ്ട. എനിക്കൊരു ചെറിയൊരു ജലദോഷവും പനിയൊക്കെ ആയിട്ടിരിക്കുക. അതുകൊണ്ട് സൗണ്ടിന് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം കാണുക നോക്കണ്ട. ഈ വണ്ടി ഇപ്പൊ ഞാൻ തിരിച്ചു 2-3 ഫോട്ടോയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ച ബാംഗ്ലൂർ പോയ വഴിക്ക്. ഇനിയിപ്പൊ എങ്ങനെ ഫോട്ടോ എടുക്കും? ഇനി ഞാൻ ഈ വണ്ടി റിപ്പയർ ചെയ്യണമെങ്കിൽ തന്നെ എനിക്ക് എത്രയാ 84% എങ്ങാണ്ട് വണ്ടി ഇടിച്ച് ചളങ്ങിയാലേ വണ്ടി റിപ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അകത്തെ നിയമം. എനിക്കറിയത്തില്ല. ഞാൻ വണ്ടി ഒന്ന് റിപ്പയർ ചെയ്തിട്ട് തരാം. റിപ്പയർ ചെയ്യുന്ന ഷോപ്പിന്റെ അടുത്തെത്തുമ്പോൾ ഞാൻ കാണിക്കാം ഗൈസ്. അതുവരെ നിങ്ങളെ വെയിറ്റ്. ഓക്കെ, റിപ്പയർ ഷോപ്പിൽ ഞാൻ എത്തിയിട്ടുണ്ട്. ഈ സൈഡിൽ കാണുന്ന റിപ്പയർ ഷോപ്പ്. അങ്ങോട്ട് കയറ്റി അങ്ങ് നിർത്തിയേക്കാം. ഒരു ആംബുലൻസിന് കൊടുത്തിട്ടുണ്ട്. അങ്ങോട്ട് കയറ്റാം. വണ്ടി റിപ്പയർ ഇനി റിപ്പയർ ചെയ്തിട്ട് കാണാം ഗൈസ്. ഓക്കെ, വണ്ടിയൊക്കെ റിപ്പയർ ചെയ്ത് ഗൈസ്. നമ്മുടെ വണ്ടിയുടെ ഓവറോൾ ലുക്ക് ഇതാണിപ്പം. തെളിഞ്ഞു നിൽക്കുന്നു വണ്ടിയൊക്കെ ഇപ്പം. ഇത്ര നേരം ചളിങ്ങിയിരുന്നപ്പോഴോ ഒന്നും പറയാനില്ല. ഇനി ഒന്ന് ഇടിപ്പിക്കാതെ കൊണ്ടുപോകണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ഗൈസ്. എങ്ങോട്ടാ പോകണ്ടേ? ഇത്രയും കറങ്ങാനൊന്നും വയ്യ എനിക്ക്. എൻ്റെ പൊന്നെണ്ണ വണ്ടി എടുത്തോണ്ട് പോകും. ഞാൻ ഇത്ര മാറി തന്നാലേ പോകത്തുള്ളൂ. വണ്ടി ഇടിപ്പിക്കാൻ തന്നെ വന്ന് കിടക്കുക. ഇടിച്ച് ഒരഞ്ഞതേ ഉള്ളു, ഭാഗ്യം. എൻ്റെ സ്റ്റിയറിങ്ങിന് എന്തോ കുഴപ്പമുണ്ട് ഗൈസ്. വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നു. നമുക്ക് നല്ല സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിക്കണം. അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോ എടുക്കണം. തംബ്നെയിൽ ഇതുവരെ ഞാൻ കണ്ടുപിടിച്ചില്ല. എവിടെയെങ്കിലും പോയി ഒരു തംബ്നെയിലും എടുക്കണം. പിന്നെ ബാംഗ്ലൂർ അവിടെ ഒരു ഓടിച്ചോണ്ട് പോകുന്നൊന്നും നിങ്ങളെ കാണിക്കാനൊന്നും പറ്റത്തില്ല. അത് ഒത്തിരി നേരം എടുക്കും. അതിൻ്റെ ഇടയ്ക്ക് ലോഡിങ് മാപ്പ് എത്തുമ്പോൾ തന്നെ എൻ്റെ വീഡിയോ പകുതിക്ക് കട്ടായി പോകും. പിന്നെ ആദ്യം മുതൽ വീഡിയോ എടുക്കണം. ഭയങ്കര ടാസ്കാ. ഇടിച്ച് എടുത്തോട്ടെ. അവിടെ കിടന്ന എൻ്റെ വണ്ടിയും കൊണ്ട് പോക്ക് നടക്കത്തില്ല. വണ്ടിക്ക് ബ്രേക്ക് ഇല്ല. സ്റ്റിയറിങ്ങിന് സെൻസിറ്റിവിറ്റിയും കുറവാ. ഇതാണ് ഈ വണ്ടിയുടെ പ്രശ്നം. എനിക്ക് എത്ര ഉള്ളു പറയാൻ. തമ്പുരാൻസിൻ്റെ ആന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. തമ്പുരാൻസ് എന്നുള്ളൊരു പേര് മാത്രമേ ഉള്ളൂ. വണ്ടി വണ്ടി എന്നാ പറയുന്നത്? ഞാൻ എവിടുന്ന് ഒപ്പിച്ച വണ്ടി ആണ്. അടുത്ത മഴ. എന്തോ ഇത്, രാത്രി തീരത്തുമില്ലേ. ഞാൻ എന്തിനാണോ രാത്രി മഴയൊക്കെ ഓണാക്കിയിട്ടോണ്ട് വന്നേക്കുന്നത്, രാവിലെ വല്ലതും എടുക്കാനുള്ള. അയ്യോ, പാട്ടിടാനും പറ്റത്തില്ല. പാട്ടിട്ടാ കോപ്പിറൈറ്റ് അടിക്കും.
എന്താ ചെയ്യ, ഒരു ലോറിക്കാരനാണെ മുമ്പിൽ കിടക്കുക. മാറി ബ്രോ. കൊടുത്തു 2. എന്നാണോ പുള്ളി 4 ഇൻഡിക്കേറ്റർ ഒന്നും ഇട്ടില്ല, എല്ലാ ദിവസവും കിട്ടുന്നതാന്ന് തോന്നുന്നു. എനിക്ക് എല്ലാ ദിവസവും കിട്ടുന്നൊന്നുമല്ല, എൻ്റെ ഇടയ്ക്കോട്ടൊക്കെ കയറ്റി വെക്കല്ലേ. നൈസായിട്ട് അതിൻ്റെ ഇടയ്ക്ക് അങ്ങ് കുത്തിക്കയറ്റി. ലോഡിംഗ് മാപ്പൊക്കെ കഴിഞ്ഞു. ഇത്ര നേരം മഴയില്ലായിരുന്നു, ഇത് വീണ്ടും വന്നു. ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി, അപ്പൊ തന്നെ മഴയും തുടങ്ങി. ഇതെന്തോ എന്നെ പറയുന്നേ. അതുകൊണ്ട് അടുത്ത ലോഡിംഗ് മാപ്പാണോ? ലോഡിംഗ് മാപ്പ് കഴിഞ്ഞപ്പോഴേ അടുത്ത ലോഡിംഗ് മാപ്പ് വന്നു. എന്നാന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഒരു ലോഡിംഗ് മാപ്പ് കഴിഞ്ഞ് റെക്കോർഡ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടു കാണും. അത് കഴിഞ്ഞ് അപ്പം തന്നെ അടുത്ത ലോഡിംഗ് മാപ്പ് വന്നു. ആർക്കറിയാ. ഈ രാത്രി ഒന്നും തീരത്തോ ഇല്ല. എനിക്കാണെങ്കിൽ വഴിയിലൊന്നും കാണാനും ഇല്ല. തൂത്താലും പോകില്ലാത്ത കുറെ വെള്ളം ഗ്ലാസ്സിൽ ഒട്ടിയിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതും കൂടെ ആയപ്പോൾ ഉഷാറായി. അയ്യോ, മൈ ഡ്രൈവിംഗ് സ്കില്ലേ. മാറിത്തരുമോ ചേട്ടാ? അയ്യോ, ഇവിടുത്തെ ഉള്ള വണ്ടികളെല്ലാം KSRTCയേക്കാൾ മോശം. ഞാൻ വേറെ സൈഡിൽ കൂടെ കയറിപ്പോ. മാറി കണ്ണ. വണ്ടി ഇടിച്ചാൽ എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല. ഫോട്ടോ എടുക്കണമെങ്കിൽ എന്നെ വണ്ടി ഇടിക്കരുത്. സൂക്ഷിക്കുക. ഓക്കെ, ഇത്ര നേരം വീഡിയോ എടുത്തിട്ട് ഇപ്പോഴാന്ന് തോന്നുന്നു എനിക്ക് മഴയില്ലാത്ത ഒരു വീഡിയോ എടുക്കാൻ പറ്റുന്നത്. നമുക്ക് ഇവിടെ വെച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് അങ്ങ് പോയാലോ? വേണ്ട, കുഴിയ. അയ്യോ, ജസ്റ്റ് മിസ്. ഇൻ ഗെയിം ഓഡിയോ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോന്ന് അറിയത്തില്ല. എനിക്ക് ബസ്സിന് സൗണ്ട് ഒക്കെ ഉണ്ട്. അബി പറയുന്നു ബസ്സിന് സൗണ്ട് ഇല്ല, ഇതുവരെ വന്നിട്ടില്ലെന്നൊക്കെ. എനിക്ക് സൗണ്ട് വന്നു. ഞാൻ എന്തായാലും കയറിപ്പോയി. എന്തായാലും ഇനി നിങ്ങൾക്ക് സൈഡിൽ കാണാൻ പറ്റുന്നുണ്ടല്ല, 0.000. അത്രയും പൈസ എൻ്റെ കയ്യിലുണ്ട്. റിച്ച് അല്ലേ, 2 ബസ്സിന്റെ മുതലാളി. 0.0. എന്താ ചെയ്യ. കണ്ടില്ല, നമ്മുടെ വണ്ടി ഒന്ന് ഓണടിച്ചാൽ മതി, വഴി മാറി തരും. അതിപ്പോ KSRTC ആണെ പോലും. കണ്ടോ? KSRTC അല്ല, KSRTC പോലെ ഇരിക്കുന്ന ഒരു അപരൻ, അങ്ങനെ ഞാൻ പറയാം. അതുകൊണ്ട് വഴി മാറി തന്നു. നമുക്ക് ഫോട്ടോ എടുക്കാൻ ഒരു സ്ഥലം വേണം ഗൈസ്. ഞാൻ അത് തപ്പിയാണ് ഇങ്ങനെ പോകുന്നത്. ഈ തമ്പനയിലില്ലാതെ വീഡിയോ ഇടാൻ പറ്റത്തില്ല. തമ്പനയിൽ ഞാൻ എവിടെ പോയി ഒപ്പിക്കും? അബി അവിടെ നിർത്തി ഫോട്ടോ എടുത്ത കയറ്റത്തെ പോയി നിർത്തേണ്ടി വരും. പെട്രോൾ അടിക്കാനൊന്നും പൈസ ഇല്ല. സൈഡ് അടിച്ച വിഷയമില്ല. 150 എത്താറായി. അങ്ങോട്ടല്ലേ? ഇവിടെ ഒന്ന് എന്റെ ബസ് മറിഞ്ഞതാ ഗൈസ്. കണ്ടിട്ടുണ്ടായിരിക്കും എന്റെ സ്റ്റോറിയിൽ ആരെങ്കിലും ഒക്കെ. ആ വളവിന് എന്റെ ബസ് ഒന്ന് മറിഞ്ഞു പോയായിരുന്നു. ആരും കണ്ടിട്ടില്ല, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. അടുത്ത സ്റ്റോറി ഇട്ടിട്ട് ഞാൻ എന്തൊക്കെയാണോ പറയുന്നത്. എന്റെ 50 കയറാറായ വണ്ടി ഇപ്പൊ 65 പോകുന്നു ഗൈസ്. ഈ വണ്ടിക്കാരൊക്കെ എവിടുന്ന് വന്നതാണ്? മാറിയേക്കല്ലേ? മാറും ബ്രോ. കോമറ്റ് കൊണ്ട് വന്നേക്കുക, ചതുരപ്പെട്ടി അങ്ങനെയാണോ വിളിക്കാൻ? ഒക്കെ ഒരു ചവിട്ടിയിലായിരുന്നു മോന്തൊക്കെ കിട്ടിയേനെ ഉറപ്പാ. ഡോറ് തുറന്നിടാം. ഓരോരോ ചെറിയ ചെറിയ കുഴപ്പങ്ങൾ. ഓനോ വഴിക്കാൾ വണ്ടി ഒന്ന് ഇടിക്കോ? ഇല്ല. ഇങ്ങോട്ട് കയറ്റാൻ വെച്ചാലോ?
വെച്ചേക്കാം, ഒന്നും നോക്കുന്നില്ല. നമ്മുടെ വണ്ടി നമ്മുടെ റോഡ്, ഗ്രാ അല്ല, ഗവൺമെന്റിന്റെ റോഡ്, അതൊന്നും എനിക്ക് വിഷയമില്ല. റോഡൊക്കെ എല്ലാവർക്കും ഉപയോഗിക്കാനുള്ളതല്ലേ. മാറി നിൽക്ക് ബ്രോ. ഇതൊന്ന് ഓണടിച്ച ചെവി കേക്കല്. കണ്ടോ, ഇവനെ പോലെയൊക്കെ വേണം. ഒരു ഓണടി അടിച്ചാൽ മതി. കണ്ടോ, അടുത്ത മഴ. അടുത്ത ദിവസം ഓണം ഇത് ഓഫ് ആക്കിയിട്ടിട്ട് ഞാൻ വരത്തുള്ളൂ. അയ്യോ, ഒരു ഫോട്ടോ എടുക്കാൻ നല്ല സ്ഥലം കിട്ടുന്നില്ല. വണ്ടി ചെളിയായ പിന്നെ ഫോട്ടോ നോക്കുക വേണ്ട. കിട്ടി ഗൈസ്, ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലം കിട്ടി. കിട്ടിപ്പോയി 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 കിട്ടി 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 കിട്ടി. ഇനി ഇവിടെ വെച്ച് 2-3 ഫോട്ടോ എടുക്കണം. നിങ്ങൾ ഈ റൂട്ടൊക്കെ പോയിട്ടുണ്ടോ? ശരിക്കുള്ള റൂട്ടാ, ഇതിലെയൊക്കെ ഞാൻ പോയിട്ടുണ്ടെന്ന് എൻ്റെ ഒരു ഓർമ്മ. ഇത് കൂട്ട് റൂട്ട് കേരളത്തിലുണ്ട്. ഈ റൂട്ട് ഞാൻ പോയിട്ടുമുണ്ട്. നിങ്ങൾ ഇതിലെയൊക്കെ പോയിട്ടുണ്ടോ? പറയ് കമന്റ്. വിലങ്ങനെ വെച്ചാലോ, വിലങ്ങനെ വെക്കാം. ആവുമ്പോ ആരും കേറി പോകത്തുമില്ല. ഒരു നല്ല ഫ്രെയിമും കിട്ടും. ഓക്കെ, ഇനി ഫോട്ടോ എടുത്തിട്ട് വരാം ഗൈസ്. ഓക്കെ, ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് ഇനി നമുക്ക് നേരെ അങ്ങ് പോയേക്കാം. കുറച്ച് ദൂരം കൂടെ പോയി കഴിയുമ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ആക്കുകയാണ് ഗൈസ്. അത് ഇപ്പം തന്നെ ഒത്തിരി സമയമായിട്ടുണ്ടെന്ന് തോന്നുന്നു. വീഡിയോ വൈൻഡപ്പ് ആക്കിയിട്ട് വേണം എനിക്ക് കുറച്ച് നേരം പാട്ടൊക്കെ ഇട്ട് പോവാൻ. നിങ്ങളെ പാട്ട് കേൾപ്പിച്ചോണ്ട് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ യൂട്യൂബിലെ കോപ്പിറൈറ്റ് എന്നൊരു ഓപ്ഷൻ കാരണം പറ്റത്തില്ല. ഈ മഴയൊന്ന് തീർന്നാലും വഴി നേരവണ്ണം കണ്ടോണ്ട് പോവായിരുന്നു. അതും തന്നെ ഇങ്ങനെ എതിരേലും കയറി പോവാന്ന് വിചാരിച്ചാൽ 2 സൈഡും ബ്ലോക്ക്. പെട്ടു. ഓണോക്കെ പ്ലീസ്. മതിയോ? കൊള്ളാടാ, ഒടുക്കത്തെ ചവിട്ടും ചവിട്ടി വെച്ച് ഓണോക്കെ പ്ലീസ്. പുറകെ ആരും ഇല്ലല്ലോ. ആരും ഉണ്ടായാലും എനിക്കൊരു കുഴപ്പമില്ല. നിനക്കറിയാവോ, എനിക്ക് വണ്ടിയുടെ ടയർ മാറ്റാനുള്ള ഫണ്ട് പോലും എൻ്റെ കയ്യിലില്ല. CPM-ലാണെങ്കിൽ എൻ്റെ ബസ്സിൻ്റെ ടയറൊക്കെ 0. അതുകൊണ്ട് എനിക്ക് ബസ് നേരെ ഓടിക്കാൻ പോലും പറ്റിയില്ല. സ്കിഡായി ഒന്ന് മാറി വെക്ക് ബ്രോ. സ്കിഡായി അങ്ങ് പോവുക. ഇനി ഞാൻ വണ്ടി ഒന്നും ഓടിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ ഡ്രിഫ്റ്റ് ബസ് എന്ന് വേണം. ഇതിനിടയ്ക്കാണ് അടുത്ത ലോഡിംഗ് മാപ്പ് കയറി വന്നത്. ഞാൻ ചെയ്യാനാ, വീഡിയോ അവിടെ വെച്ച് കട്ടായി പോയി. പിന്നെ വീഡിയോ ഒന്നുകൂടെ റെക്കോർഡ് ചെയ്യേണ്ടി വന്നു. അവസാനം പോലല്ല, കട്ടായ ഭാഗം മതി. ഇതെന്തായാലും ഇനി വലിയ പരിപാടി ഒന്നുമില്ല. ഇനി നമ്മളിപ്പോൾ എവിടെ എത്തി നോക്കട്ടെ. മധുര എത്തിയിട്ടേ ഉള്ളൂ ചേച്ചി. ഇനി ഇവിടുന്ന് കുറേ പോകാനുണ്ട് ബാംഗ്ലൂർ വരെ. അത് മുഴുവൻ ഞാൻ കാണിച്ചോണ്ട് നിൽക്കുന്നില്ല. എന്തായാലും സമയം കുറേ ആയി. സമയം എത്ര? 11 മണി എങ്ങാണ്ടായി ഗെയിമിനകത്ത്. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വണ്ടി കയറ്റി ഒതുക്കാല്ലേ, എന്നിട്ട് പോയി കിടന്ന് ഉറങ്ങാം. വണ്ടി ഇവിടെ ഒന്ന് ഒതുക്കിയാണ്. സ്കൂളും എങ്ങാണ്ടാണ്. വിഷയമൊന്നുമില്ല, സ്കൂളും കണ്ട. സ്കൂളോ റിസോർട്ടോ എങ്ങാണ്ടാണ്. ഒന്നും വിഷയമുള്ള കാര്യമല്ലേ. ഇവരോട് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ വണ്ടി കിട്ടേക്കാം. വണ്ടി ഇട്ടിട്ട് അവരോട് പറയാം. അതാവുമ്പോൾ അവരൊന്നും പറയലായിരിക്കല്ലേ. ഇതൊക്കെയാണ് നമ്മുടെ വണ്ടി. നല്ല കളർഫുള്ള് വണ്ടിയാണ്, ഒന്നും പറയാനില്ല. ഞാൻ തന്നെ ചെയ്തിട്ട് ഞാൻ തന്നെ പൊക്കി പറയുന്നു എൻ്റെ അവസ്ഥ. ഇന്നലെ കേട്ടോ, അതിൻ്റെ ലൈറ്റിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞത്. അതൊന്നും ഞാൻ ചെയ്തല്ല. അതൊക്കെ ലാൻഡിങ് ഫുൾ ക്രെഡിറ്റ് അവർക്ക് കൊടുത്തേക്കാണ്. മോഡ്, ഈ ഒരു ബസ്സിൻ്റെ ഫുൾ മോഡിൻ്റെ ക്രെഡിറ്റ് ഞാൻ അവർക്ക് തന്നെ കൊടുത്തേക്കാം. സോ ഇതാണ് സംഭവം. ഇതൊക്കെ ഉള്ളു. പിന്നെന്ന് പറഞ്ഞാൽ ഇതിലുള്ള ഒരു ഓപ്ഷൻ ഇത് പൊക്കി വെക്കാനും പിന്നെ ആ ടോപ്പ് ലൈറ്റ് എടുത്ത് മാറ്റാനും ഉള്ളതാണ്. വണ്ടിയൊക്കെ ഓഫ് ചെയ്തിട്ട് ഇനി അവരോട് പോയി പറയണം. അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി.
സോ ബൈ ഗൈസ്, അടുത്ത ദിവസം കാണാം.